ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷിയായി ലെബനൻ. മാസങ്ങളായി പ്രാർത്ഥനാപൂർവ്വം തയ്യാറെടുത്തിരുന്ന ഒരുപറ്റം വിശ്വാസികളുടെ ഇടയിലൂടെ ജൂൺ 13 വെള്ളിയാഴ്ച വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുശേഷിപ്പ് പ്രയാണം ആരംഭിച്ചു. ബെയ്റൂട്ട് റാഫിംഗ് ഹരിരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേർന്ന വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുശേഷിപ്പുകൾ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് സജ്ജീകരിച്ചിരിക്കുന്ന തീർത്ഥാടനത്തിനായാണ് ഫ്രാൻസിൽ നിന്ന് ലെബനനിലേക്ക് എത്തിച്ചത്. 5 ആഴ്ചത്തെ തീർത്ഥാടനമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ലെബനനിലെ വിശുദ്ധ ത്രേസ്യയുടെ ആദ്യത്തെ ആശ്രമമായ സഹൈലയിലെ മറോണൈറ്റ് മരിയാമൈറ്റ് ഓർഡറിലേക്കാണ് തിരുശേഷിപ്പ് ആദ്യം എത്തിച്ചത്. അവിടെ നിന്നും രാജ്യത്തുടനീളം സഞ്ചരിച്ച് ബെക്കെ, ചൗഫ്, മൗണ്ട് ലെബനൻ, ബെയ്റൂട്ട് പ്രദേശങ്ങളിലൂടെ കടന്നുപോകും. ജൂൺ 15 മറോനൈറ്റ് കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ ബേക്കർക്കയിൽ വിശുദ്ധയുടെ തിരുശേഷിപ്പിന്റെ സാന്നിധ്യത്തിൽ മറോണൈറ്റ് പാത്രിയാർക്കീസ് കർദിനാൾ ബെച്ചാര ബ്യൂട്രസ് റാഹി ദിവ്യബലി അർപ്പിക്കും. തുടർന്ന് തീർത്ഥാടനം ബാബ്ദ, മെറ്റൻ മേഖലകളിൽ തുടരും. സ്നേഹത്തിനും സമാധാനത്തിനും വേണ്ടി ലെബനനിലേക്കുള്ള ഒരു യാത്ര എന്ന പ്രമേയത്തെ കേന്ദ്രീകരിച്ചാണ് ദേശീയ തീർത്ഥാടനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ആഴമേറിയ ആത്മീയ ജീവിതവും പ്രചോദനാത്മകമായ ലാളിത്യത്തിനും പേരുകേട്ട ഒരു വിശുദ്ധയിലൂടെ ലെബനൻ ജനതയുടെ ഹൃദയങ്ങളിൽ പ്രത്യാശയുടെ കിരണങ്ങൾ നിറയ്ക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് സംഘാടക സമിതിയിലെ ഫാദി ഫയാദ് പറഞ്ഞു. ഏകദേശം 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം ലെബനനിലേക്കുള്ള വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആദ്യ ദേശീയ തിരുശേഷിപ്പ് തീർത്ഥാടനമാണിത്. അവസാനമായി 2002 തിരുശേഷിപ്പ് തീർത്ഥാടനം നടന്നത്. വലിയ ഭക്തിയോടും വിപുലമായ ആത്മീയ തയ്യാറെടുപ്പുകളോടെയുമാണ് വിശുദ്ധയുടെ തിരുശേഷിപ്പുകൾ വണങ്ങാൻ വിശ്വാസികൾ ഓടിയെത്തുന്നത്. രാജ്യമെമ്പാടും ജനക്കൂട്ടം തടിച്ചുകൂടുമ്പോൾ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ഈ സന്ദർശനം ലെബനൻ വിശ്വാസികൾക്ക് കൃപയുടെ നിമിഷങ്ങൾ പ്രദാനം ചെയ്യുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.